കരിമണൽ കമ്പനിയുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വീണ്ടുമിതാ ഇഡിക്ക് മുന്നിൽ നിന്നും വിയർത്ത് നിലവിളിക്കുകയാണ്. മണിക്കൂറുകളായി ഇഡി ഓഫീസിൽ ചോദ്യമുനയിൽ പിടയുകയാണ് യഥാർത്ഥത്തിൽ വീണ വിജയൻ. 29-ാം തീയതി, അതായത് തിങ്കളാഴ്ച ഹാജരാകാനാണ് വീണയോട് ഇഡി പറഞ്ഞിരുന്നത്. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ 4 ദിവസം മുൻപേ തന്നെ ഇഡിക്ക് മുന്നിലെത്താൻ വീണയ്ക്ക് കിട്ടിയത് ആത്മവിശ്വാസമല്ല, മറിച്ച് അമ്പരന്നുള്ള ഒളിച്ചോട്ടം തന്നെയാണ്. കാരണം ഇന്ന് SFIയോടെ 134 തെളിവ് രേഖകൾ കൂടി ഇഡിക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് കിട്ടിയാൽ, പരിശോധിച്ചാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് രേഖകൾ ഇനി 4 ദിവസം, ചുരുങ്ങിയത് 1-2 ദിവസം കൊണ്ട് അത് പരിശോധിക്കാൻ ഇഡിക്ക് സമയം വേണം. അപ്പോൾ 1-2 ദിവസം പരിശോധിച്ച് കഴിഞ്ഞ് 4-ാം ദിവസം വീണ്ടും തിങ്കളാഴ്ച ചോദ്യം ചെയ്താൽ നിയമസഭ നടക്കുന്ന സമയത്ത് 29-ാം തീയതി വീണയെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത നിയമസഭ ഇളക്കിമറിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതൊഴിവാക്കാനാണ് മുൻപേ തന്നെ വീണ ഓടിയെത്തിയത്. ഇനി ഒരു ദിവസം ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ അത് ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോഴേക്ക് സഭയും കഴിയും. 2ാം തവണയാണിത് ചോദ്യം ചെയ്യലിനാണ് വീണ ഇഡിക്ക് മുന്നിൽ എത്തിയത്. വീണയുടെ ഇന്നത്തെ ചോദ്യം കേസിൽ ഏറെ നിർണായകമാണ്. കാരണം SFIO കോടതിയിൽ സമർപ്പിച്ച ഡിജിറ്റൽ രേഖകളുടെ സോഫ്റ്റ് കോപ്പിയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, അതായത് PMLA ആക്ട് എന്ന് പറയുന്ന പ്രത്യേക കോടതി വഴി ഇഡി കൈപ്പറ്റിയിരിക്കുന്നത്. വീണയും CMRLും തമ്മിൽ ഒപ്പുവെച്ച വിവാദപരമായ ഈ കരാറുകൾ, വീണയുടെ ആദായ നികുതി റിട്ടേണുകൾ, അതുപോലെ എക്സാലോജിക്കിൻ്റെ സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ തുടങ്ങിയ സുപ്രധാനമായ രേഖകളാണ് കേന്ദ്ര ഏജൻസിക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതിനെ നോക്കി പഠിക്കാൻ കുറച്ച് മണിക്കൂറുകൾ വേണം. ഇതിലെല്ലാം തന്നെ വീണയെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് എന്നാണ് അറിയുന്നത്. അതാണ് ഇഡിയുടെ കയ്യിൽ ആ രേഖ കിട്ടുന്നതിന് മുൻപേ തന്നെ ഓടിച്ചെന്ന് അവിടെ ചോദ്യം ചെയ്യലിനായി ഇരുന്നു കൊടുത്തത്. എന്നാൽ തെളിവുകളുടെ കൂമ്പാരമാണ് SFIO പുതുതായി നൽകിയിരിക്കുന്നത്. SFIO കുറ്റപത്രത്തിൻ്റെ ഭാഗമായ ഈ രേഖകൾ ഇഡിക്ക് കൈമാറുന്നത് തടയാൻ അതുകൊണ്ട് തന്നെ CMRL വളരെയധികം ശ്രമിച്ചതാണ്. അവരുടെ തടസ്സവാദങ്ങൾ തള്ളിക്കൊണ്ട് രേഖകൾ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. എന്നിട്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രേഖകൾ ലഭിക്കാൻ കുറച്ച് കാലതാമസം നേരിട്ടു എന്നുള്ളതാണ് സത്യം. ഇത്രയും വൈകിയത് അതുകൊണ്ട് തന്നെയാണ്. ആ രേഖകളെല്ലാം കയ്യിൽ കിട്ടിയതോടെ ഇനി ഏത് ദിവസം എന്ന് മാത്രമേ അറിയാനുള്ളൂ. അറസ്റ്റ് അത്രയ്ക്കും ഉറപ്പായിരിക്കുന്നു. കഴിഞ്ഞ ചോദ്യം ചെയ്യലിൽ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളിലും അവർ കണ്ടെത്തിക്കഴിഞ്ഞു ഉത്തരം. വീണ വിജയൻ പ്രതിരോധത്തിലായി എന്ന് അവർക്കുറപ്പായി. ചോദ്യം ചെയ്യലിന് ശേഷം തിരുവനന്തപുരം HDFC ബാങ്കിലെ വീണയുടെ ലോക്കറും പരിശോധിച്ചു. അതൊക്കെ തെളിവുകൾ ഓരോന്നോരോന്നായി ഇഡിക്ക് ലഭിക്കുകയായിരുന്നു. CMRL കമ്പനിയിൽ നിന്ന് വീണക്ക് 2016 മുതൽ, അതായത് അച്ഛൻ്റെ ഭരണം വന്നതിന് ശേഷം ആദ്യത്തെ 21 വരെ കാലയളവിൽ പ്രതിമാസം 8 ലക്ഷം രൂപ വെച്ച് 2,78,00,000 രൂപയും CMRLൻ്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റലിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായും ലഭിച്ചു എന്ന് ഉറപ്പിക്കുന്നതിന് ഞെട്ടിക്കുന്ന ചില ട്രാൻസാക്ഷനുകളും കണ്ടെത്തി എന്നുള്ളതാണ് ഇഡി വൃത്തങ്ങൾ ഇപ്പോൾ സൂചന നൽകുന്നത്. ഏതായാലും ഇന്നത്തെ, അതായത് 2ാമത്തെ ചോദ്യം ചെയ്യലോടുകൂടി വീണ വിജയൻ അകത്താകുന്നതിൻ്റെ എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങി. അത്രയ്ക്കും തെളിവുകൾ വെച്ചാണ് ഇഡിയുടെ പോരാട്ടം എന്നുള്ളതാണ് വീണയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിപ്പിച്ചത്.